എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നൊരു കുട്ടി പാചകമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് അപ്പമാണ്. അപ്പത്തിൻ്റെ കൂടെ നമ്മൾ ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അത് ഗ്രീൻ എഗ് കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഗ്രീൻ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഗ്രീൻ എഗ് കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഇതാ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇവിടെ 2 മുട്ടയുടെ ആവശ്യം ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 എണ്ണമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയ സബോള ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. മസാലക്കൂട്ടെല്ലാം കൂടെ ഇച്ചിരി പെരുംജീരകം, സ്വല്പം കുരുമുളക്, തക്കോലത്തിൻ്റെ ഒരു ഇതള്, 2 ചെറിയ ഗ്രാമ്പു, ഒരു ഏലക്ക, നമ്മുടെ ജാതിപത്രിയുടെ 2-3 ചെറിയ പീസ്, ഇത്രയും ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതൊന്ന് ചതച്ചെടുക്കണം. കൂടാതെ ഗ്രീന് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ മല്ലിയിലയും പച്ചമുളകും കുറച്ച് സവോളയും കൂടെ ഇവിടെ അരച്ചും വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കുന്നത്. ഞാൻ 1-2 മുട്ടക്കറി റെസിപ്പി ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് ചെയ്തപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടണം കേട്ടോ. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് പോകാം. ഞാനൊരു ഉരുളി അടുപ്പിൽ വെച്ച് ഒരു സ്വല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് മുട്ട രണ്ടും ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം. ഞാൻ 2 മുട്ടയും ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് സ്വല്പം മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം. അപ്പോഴാണ് മുട്ടക്കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ചെറുതായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റിയിട്ട് ഒരല്പം എണ്ണയും കൂടെ ഒഴിച്ച് വേണം ഇഞ്ചി വെളുത്തുള്ളി സവോളയൊക്കെ വഴറ്റാനായിട്ട്. ഇത് റോസ്റ്റ് ആയിക്കോട്ടെ. മുട്ട ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റുവാണ്. ഇനി ബാക്കി എണ്ണ ഒഴിച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ കാണാം. ഞാൻ ഉരുളിയിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുത്ത് അല്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി സവോളയും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പം ഇഞ്ചി വെളുത്തുള്ളി സവോളയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വഴറ്റാം. ലേശം ഉപ്പിട്ടാണ് ഞാൻ ഈ സവോള വഴറ്റുന്നത്. മഞ്ഞൾപ്പൊടി ഇച്ചിരൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ മുട്ട റോസ്റ്റ് ചെയ്യാനൊരു സ്വല്പം ഇട്ടതേ ഉള്ളൂ. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കും. ഞാൻ അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. അതുപോലെ നന്നായിട്ട് വഴണ്ടപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ മസാലക്കൂട്ടെല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കാൻ നോക്കാം. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. മസാലക്കൂട്ടിനകത്ത് കുരുമുളകുണ്ട്. നമ്മൾ മല്ലിയില അരച്ച് വെച്ചതിൽ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള എരിവ് ആകും. മൂത്തിട്ട് നമുക്ക് അരച്ച് വെച്ച മല്ലിയില കൂട്ടതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒന്ന് മൂക്കട്ടെ. മസാലയൊക്കെ മൂത്ത അടിപൊളി മണം ഇവിടെ വരുന്നുണ്ട്. ചൂടാക്കി പൊടിച്ചത് കൊണ്ട് തന്നെ നല്ല ഒരു മണമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്കിനി മല്ലിയില ഒഴിച്ചു കൊടുക്കാം. മല്ലിയിലയും പച്ചമുളകും ഒക്കെ കൂടെ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ ആവശ്യത്തിന് നമുക്ക് നോക്കിയിട്ട് ഒരുപാട് വെള്ളം കോരി ഒഴിക്കേണ്ട. 2 മുട്ടയെ ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഇത് തന്നെ ധാരാളം ഉണ്ട് വെള്ളം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഒന്ന് തിളച്ചിട്ട് നമുക്ക് മുട്ടയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഗ്രേവി നന്നായിട്ട് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. റോസ്റ്റ് ചെയ്ത് വെച്ച മുട്ടയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കിടന്ന് ഈ ഗ്രേവിക്കകത്ത് കിടന്ന് ഈ മുട്ട ഒന്ന് മസാലയൊക്കെ പിടിച്ച് വരണം. നമുക്കൊരടപ്പ് കൊണ്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. കാണാനൊക്കെ ഒരു ലുക്കൊക്കെ ഇല്ലേ, കഴിക്കാനും ടേസ്റ്റാണ്. പുതിനയില കൂടെ വേണമായിരുന്നു. എൻ്റെ കയ്യിൽ പുതിനയില ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം മല്ലിയില മാത്രം എടുത്തിട്ടുള്ളൂ. മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് ചെറു തീയിൽ
അടച്ച് വെച്ച് നമുക്ക് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. എന്നിട്ട് കാണാം. ഞാൻ മുട്ടക്കറി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം അത് കുറുകി അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാനായിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഒന്നായിക്കോട്ടെ. ഉപ്പൊക്കെ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. മുട്ട ഇതുപോലെ ഒന്ന് മഞ്ഞപ്പൊടി ഉപ്പിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അല്ലെങ്കിൽ മുട്ടയിലൊന്നും പിടിക്കാത്ത പോലെ നമുക്ക് തോന്നും. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടഞ്ഞിരുന്നോട്ട് നമ്മുടെ മുട്ടക്കറി ഒരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ മുട്ടക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഗ്രീൻ ചിക്കനൊക്കെ ഇതുപോലെ ഞാൻ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മുട്ട കൊണ്ട് നമുക്ക് ഗ്രീൻ എഗ് കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കണം. പുതിനയില കൂടെ അല്പം ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. മല്ലിയില പുതിനയില ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ പറ്റും. അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഞാനിവിടെ വീട്ടിൽ തയ്യാറാക്കിയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തൊക്കെ വിടണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.